ഞാൻ നാളെ ഇതുവഴി പോകാനുള്ള. നമ്മൾ വേറെ ഓട്ടോയിലൊക്കെ നോക്കി എന്താ എഴുതി വെക്കുക? മോഹിച്ചത് എന്റെ തെറ്റ്, മോഹിപ്പിച്ചതോ നിന്റെ തെറ്റ്. ആ സമയത്തും ഒരു ദൈവത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതാണ് ഈ സമാനിലെ തഖ്വ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പണ്ടൊക്കെ വാല് പറഞ്ഞാല് വ്യഭിചരിക്കരുത് എന്ന് പറയാം. പക്ഷെ ഇന്ന് ന്യൂ ജനറേഷനോട്, എന്താ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരോട്, അവരോട് പറയാൻ കഴിയാത്ത എന്താ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെന്നറിയോ? ഞാൻ തന്നെ അതിനെ വിശദീകരിച്ച് പറഞ്ഞാൽ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ അണുകുടത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയുടെ ഉപോൽപ്പന്നങ്ങളായി KFCയും ബർഗറും പിസയും മാത്രം തിന്ന് പരിശീലിച്ച, രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റാൽ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുന്ന, 1 GB താഴെയാണെങ്കിൽ പിന്നെ മറ്റൊരാളോട് വൈരാഗ്യത്തിന്റെ ഭാവത്തോടെ നടന്നുപോയി വൈകുന്നേരത്തിനുള്ളിൽ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കിയിട്ട് ആകുലപ്പെടുന്ന, പാതിരാ സമയത്ത് എങ്ങനെയെങ്കിലും വേറൊരു തന്നെ മടിശ്ശേരിയിൽ പിടിച്ചിട്ടാണെങ്കിലും അത് ബാലൻസ് നിർമ്മിച്ച് പാതിരാത്രി 6 മണിയാറ് സൈബർ കഫേകളിലും സ്വന്തം പ്രൈവറ്റ് റൂമുകളിലും ലോകത്തുള്ള 140 രാജ്യത്ത് ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവൻ എന്നെ www.com തിരിച്ചറിഞ്ഞ് പാതിരാ സമയത്തെല്ലാം കണ്ണും ആസ്വദിച്ചും ഉറക്കുന്നെന്റെ കണ്ണിനെ തടികത്തലോടുമ്പോ ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലചരിച്ച് കിടന്നുറങ്ങുന്ന, ഇതേവരെ രാവിലെ സൂര്യോദയം കണ്ടിട്ടില്ലാത്ത, മധ്യാഹ്നത്തിന് മാത്രം എഴുന്നേറ്റ് പരിശീലിച്ച, അവര് സുബഹിയുടെ ബാങ്ക് കേട്ടിട്ടില്ല, അവര് സൂര്യോദയം കണ്ടിട്ടില്ല, മധ്യാഹ്നം മാത്രം പരിചയമുള്ള യൂറോപ്പിന്റെ വേഷവിധാനങ്ങളുമായി കിടന്നുറങ്ങുന്ന എന്റെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, അറിയാതെ നടന്നു പോകുമ്പോ കാലെങ്ങാനും കല്ലിൽ നിന്ന് തട്ടിയാലും കല്ലിൽ നിന്ന് മുള്ളു നിറച്ചാലും പിന്നെയും അതിനെ തറയ്ക്കാൻ ഇടവരരുത്, പിന്നെയും ആ കാല് പോയി കല്ലിൽ വീണ്ടും വീണ്ടും തട്ടരുത്. ഒരു സത്യവിശ്വാസി ഒരേ മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിക്കുകയില്ല, പിന്നെയും നിന്നെ 2 പ്രാവശ്യം കടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ടൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞില്ലേ, നബിയേ തഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. മായിസ് റളിയല്ലാഹു തആല അൻഹു, നബിയേ ഞാൻ വ്യഭിചരിച്ചു നബിയേ. വ്യഭിചരിച്ചെന്നല്ല, വ്യഭിചരിച്ചില്ലെന്നല്ല, അറിയാതെ ആരും കാണാതെ ഞാൻ വ്യഭിചരിച്ചു നബിയേ. എന്നെ എറിഞ്ഞു കൊല്ലണേ നബിയേ. ചരിത്രം നമുക്കറിയാം. മരുഭൂമിയുടെ മാറിടത്തിലേക്ക് ഇറക്കിലെത്തിയിട്ട് കൂട്ടുകാര് കല്ലിരിക്കുന്ന കരിങ്കല്ല് കൊണ്ട് ഏറിയുമ്പോ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തല്ലി തുടങ്ങി. മായിസ് റളിയല്ലാഹു തആല അൻഹു തന്റെ തലയിലേക്ക് കരിങ്കല്ലുകളെ പാഞ്ഞു വന്ന് തല പൊട്ടിച്ചു തരുമ്പോ മായിസ് റളിയല്ലാഹു തആല അൻഹു സ്വയം ഏറ്റെടുത്തതാണ്. മറ്റൊരാൾ കണ്ടിട്ടില്ല, മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്തും മായിസിനറിയാം, ആരും അറിഞ്ഞില്ലെങ്കിലും എന്റെ അല്ലാഹു അറിയാതിരിക്കില്ലല്ലോ. അല്ലാഹു യഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ. ഹൃദയത്തിന്റെ വഞ്ചനയുടെ നോട്ടം പോലും തിരിച്ചറിയുന്ന എന്റെ അല്ലാഹു കാണാതിരുന്നിട്ടില്ലല്ലോ. അവൻ അറിയാതെ ചെയ്യാൻ കഴിയില്ലല്ലോ. അവൻ അറിഞ്ഞാലും അവൻ എനിക്ക് പുറത്തു തരുന്നവനാണല്ലോ. സത്താറു ഗഫാറു വഹീഹേ ബന്ദോം ഗംഖാറു വഹീഹേ. ചെറുപ്പക്കാരാ, നീ തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാരനെ വിശ്വസിക്കാൻ പറ്റുമോ? അവൻ ആളുകളോട് പറഞ്ഞു നിൽക്കും, അവനാ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തത് മറ്റൊരാളറിഞ്ഞാൽ അത് മൂടി വെക്കുന്നവരാരാണുള്ളത്? പക്ഷേ നിനക്കറിയുമോ ചെറുപ്പക്കാരെ, നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ കാണുന്നതിനേക്കാൾ മുമ്പേ കാണുന്നത് നിന്റെ അല്ലാഹുവാ. അവൻ അറിയാതെ ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാം അറിയുന്ന അല്ലാഹുക്ക് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. അവനാണ് സത്താർ. അവൻ പൊറുക്കുന്നവൻ മാത്രമല്ല, സത്താറുന്നവൻ മൂടി വെക്കുന്നവൻ കൂടിയാണ്. നമ്മൾ ചെയ്തതൊക്കെ പടച്ചിറപ്പ് മൂടി വെക്കാതെ ജനങ്ങളുടെ മുമ്പിൽ വെളിയാക്കിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഈ ദുനിയാവിൽ എങ്ങനെയാ തലപൊക്കി നടക്കുക? അവനാണ് ഗഫാർ, അവനാണ് സത്താർ. മൂടി വെക്കുന്നവൻ അവനാണ്. മൂടി വെച്ച റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് ഞാനിത് ചെയ്തു പോയി അല്ലാ, കരിങ്കൽ
ചീലുകൾ സ്വയം ഏറ്റുവാങ്ങി തലച്ചോറ് ചിതറിത്തെറിക്കുമ്പോ നിങ്ങൾ ഓർക്കണം, ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത, ഒരു ലോക്കൽ പോലീസ് നടന്നു പോകാത്ത കാലഘട്ടത്തിലാ സ്വയം കുറ്റവിചാരണ നടത്തിയിട്ട് കടന്നു വരുന്നത്. അവസാനം തലച്ചോറ് ചിതറിയിട്ട് താഴെ വീണും മരണത്തിന്റെ മുമ്പിൽ പിടയുമ്പോ അഭിമായ മുത്തു വന്നിട്ട് ആ ശരീരമെടുത്ത് മടിയിലേക്ക് വെച്ചപ്പോ എന്റെ മായിസേ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് നബിയെ, തൊട്ടടുത്ത മണിക്കൂർ മുമ്പ് എന്റെ കടയിലോട്ട് വന്നൊരു പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെട്ടവനാണ് ഞാൻ. പിശാചെന്നെ ചതിച്ചു നബിയെ, എന്റെ റബ്ബതറിഞ്ഞു എനിക്ക് ഉറപ്പുള്ളപ്പോ പരലോകത്ത് തന്നിട്ട് നരകത്തിന്റെ തീമാളങ്ങളെ ഏടിപ്പിടിക്കാൻ എനിക്ക് മായിസിന് കഴിയില്ല നബിയെ. ആളുകളെ കരിങ്കല്ല് വെച്ച് മനുഷ്യരെറിഞ്ഞപ്പോ മായിസിന് വേദനിച്ചു പോയി. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഇരുമ്പിന്റെ ചുറ്റി കൊണ്ട് നരകത്തിന്റെ മലക്കുകളെ തലയിലടിക്കുമ്പോ മായിസ് അങ്ങനെ സഹിക്കും നബിയെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ശിക്ഷ ഏറ്റുവാങ്ങിയത്. മായിസേ, നിനക്കെന്തുണ്ട് ചോദിക്കാൻ? അവസാന സമയം ആരംഭപ്പുവിന്റെ മടിയിലെ തല വെച്ചിട്ട് മായിസ് റളിയല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, വേദനിക്കുന്ന നബിയെ, എന്നെ മാംസം ഇടിഞ്ഞു പൊളിഞ്ഞു, എന്റെ തല പൊട്ടിച്ചു തെറി, എന്റെ രക്തം ഇന്ന് മരുഭൂമിയുടെ മണലിന്റെ ഇട്ട പാനീയമായി. പക്ഷേ ഇതെല്ലാം ഏറ്റിട്ട് ഞാൻ മരിച്ചുപോയ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോ, നരകമ മാടി നിൽക്കുമ്പോ, അവിടെയും ഇതേ തെറ്റിന്റെ പേരിൽ നരകത്തിലും എനിക്ക് ശിക്ഷയുണ്ടോ? യാ റസൂലല്ലാഹ്, ആ സമയത്താണ് ഹബീബായ മുത്തുനബി പറഞ്ഞു കൊടുത്തത്, മായിസേ, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹുമുല്ലാഹു ബിഅദാബൈൻ. എന്റെ സമൂഹത്തിന് അല്ലാഹു ധാരാളം കരുണ ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റിന്റെ മേലിൽ 2 പ്രാവശ്യം അവരെ ശിക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തെറ്റ് ചെയ്യാത്തവനെ കുറിച്ചല്ല പറയുന്നത്. തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവരോട് നമുക്കാണ് സ്വർഗം കാത്തിരിക്കുന്നത്. നിങ്ങൾ തഖ്വക്ക് നന്മക്ക് വേണ്ടി മുആമനത്ത് നടത്തണേ, സഹായം നടത്തണേ. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകൾ മുഴുവനും അല്ലാഹുവിനോട് മാപ്പിരണ്ട്. ഇനി ഒരിക്കലും കാല് പോയി കല്ലിന് തട്ടാറ്, ഇനി ഒന്ന് മുള്ളുകൊള്ളാറ്. അതിന്റെ ഇടയിലൂടെ ജീവിക്കാൻ കഴിയണേ. ഈ പ്രണയമെന്ന 3 അക്ഷരത്തിന്റെ പേരിൽ ഒരു ജന്മത്തിന്റെ കടപ്പാട് മുഴുവനും കല്യാണപ്പന്തലിൽ 1 മണിക്കൂറിന് മുമ്പ് കരഞ്ഞു തീർത്തു പോകുന്ന പെണ്ണ്, ഇറങ്ങിപ്പോകുന്ന പെണ്ണ്. പ്രണയമെന്ന 3 അക്ഷരത്തിന്റെ പേരിൽ മാതാപിതാക്കള്, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ പേറ്റുനോവ് മറന്നുപോയ തലമുറ, വാപ്പാടൻ നെടുവീർപ്പിന്റെ വേർപ്പിന്റെ അധ്വാനത്തിന്റെ ആ പെളിനീരിന്റെ അറവറിയാത്ത വേദന. അഞ്ജലി ചന്തയിലേക്ക് പോയാൽ രാവിലെ നിങ്ങൾ അഞ്ജലി ചന്തയിൽ പോകണം. 100 കിലോയുടെ ചാക്കും മുഖത്തിരികത്ത് വെച്ചിട്ട് ചന്തയിലൂടെ നടന്നു പോകുന്ന നമ്മുടെ വാപ്പയെ കാണാം, പട്ടിണി പാവങ്ങളെ കാണാം. അവന്റെ മുതുക് കുനിഞ്ഞത്, അവന്റെ മുതുകിൽ നിൽക്കുന്ന കിണ്ടൽ ചാക്കിന്റെ ഭാരമല്ല, അവന്റെ മക്കളെ പഠിപ്പിക്കാനുള്ള, അവന്റെ മകളെ കെട്ടിച്ചു വിടാനുള്ള, അവന് സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള അവന്റെ ഏറ്റവും വലിയ ഭാരമാണ് അവന്റെ മുതുകിനെ കുനിപ്പിച്ചത്. ആ മുതുകിന്റെ കുനിപ്പറിയാറ് അവസാനം ക്ഷയരോഗം പിടിച്ചിട്ട് സിറ്റൗട്ടിലിരുന്നിട്ട് ചുമക്കുമ്പോ വാപ്പയുടെ അനാരോഗ്യത്തിന്റെ പൊന്നുമോനെ, നീ ഇന്ന് അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണെന്ന് തിരിച്ചറിയാൻ, നീ ഇന്ന് അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു തഖ്വയിലേക്ക് കടന്നു പോകണേ. പ്രണയമെന്ന 3 അക്ഷരത്തിന്റെ പേരിൽ പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട്. പ്രണയമെന്നത് മൊയ്തീൻ പഠിപ്പിച്ചതല്ല, പ്രണയമെന്നത് സിനിമാക്കാരൻ പഠിപ്പിച്ചതല്ല. മക്കയിലൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നത്രേ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകുമ്പോഴാണ് അയാളെ കാമുകിയുടെ വീട്ടിലൂടെയാ നടന്നു പോവുക. ആ കാമുകിയെ കണ്ടപ്പോ ചെറുപ്പക്കാരൻ ഇശാ കിടഞ്ഞിട്ട് പോവുകയാണ്. വർഷയില് സെക്കൻഡ് ഷോ കിടഞ്ഞ് പോകുന്ന വഴിക്കല്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നിന്റെ ശരീരം ഞാൻ മോഹിക്കുന്നു പെണ്ണേ, നിന്നോട് പ്രണയമുണ്ട്, നിന്റെ
ശരീരം എനിക്ക് ആഗ്രഹമുണ്ട്. ആ സമയത്ത് ആ മക്കാരി പെണ്ണ് പറഞ്ഞ മറുപടി എന്റെ സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ. ആ പെണ്ണ് പറഞ്ഞ് കാമുകൻ വന്ന് വിളിച്ചപ്പോ വാപ്പയെ മറന്ന് ഉമ്മയെ മറന്ന് കൂട്ടുകാരുടെ സഹായത്തോടെ ഇറങ്ങിപ്പോയില്ല. രാത്രിയിൽ വാതിലടച്ചിട്ട് കിടപ്പറയിലേക്ക് പോയില്ല. ആ പെണ്ണെന്ന കാമുകി പെണ്ണ് പറഞ്ഞതേരുന്നൊരു ചെറുപ്പക്കാരാ, നീ എന്നോട് പറഞ്ഞ പ്രണയം, നീ എന്നോട് പറഞ്ഞ ആഗ്രഹമുണ്ടല്ലോ, എന്ന് അല്ലാഹു പറഞ്ഞ ലോകത്തുള്ള മുഴുവൻ ആളുകളും പടച്ചറപ്പിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുന്ന പരലോകത്തേക്ക് നീ അതിനെ മാറ്റിവെച്ചോ. നാളെ നീ പറയുന്ന പ്രണയം കൊണ്ട്, നീ പറയുന്ന മോഹം കൊണ്ട് മഹിസറയിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് കാമുകനെ എന്ന് മറുപടി പറഞ്ഞു മക്കയിലെ പെൺകുട്ടി. പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട്, ലൈല മജ്നൂന്റെ പ്രണയം. ആ പെണ്ണ് പറഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം മഹ്ശറ കിട്ടുമെങ്കിൽ ഞാൻ റെഡിയാണ്. ഇതാണ് തഖ്വയുള്ള പെണ്ണ്. ഇത് കാമുകൻ കാമുകിയോട് പറഞ്ഞതാണ്, അല്ലാതെ വടിയെ പോയപ്പോ ആദ്യമായിട്ട് പറഞ്ഞതല്ല. പ്രണയമുണ്ടാവാം, പ്രണയം എല്ലായിടത്തും. ലൈല മജ്നൂൻ എന്താ പ്രണയം? ബദറുൽ മുനീർ എന്താ പ്രണയം? പണ്ട് കാലത്തെ പ്രണയം പോലെ ഒരു പ്രണയം ഇന്നില്ല. രമണനും ചങ്ങമ്പുഴയൊക്കെ വെറുതെയാണ്. അതിനേക്കാൾ വലിയ പ്രണയം ഇംറുൽ ഖൈസിന്റെ പ്രണയം. ഈ പ്രണയത്തിൽ തന്നെ മോശമായത് കലർത്തിയ ആളുകളുണ്ട്. ഇംറുൽ ഖൈസിന്റെ സബൂൽ മുഅല്ലഖ് അല്ലേ, സബൂൽ മുഅല്ലഖ് അല്ലേ ഇംറുൽ ഖൈസ് വന്ന് അത് നോക്കാൻ പറ്റില്ല, വന്ന് ഇറങ്ങി ഇങ്ങനെ നേരെ പോരെ. ഇംറുൽ ഖൈസിന്റെ പ്രണയം എന്താ ഉണ്ടായിട്ടുണ്ട്? എന്നൊക്കെ പ്രണയത്തിൽ കാമങ്കലത്തി പാടിയ പ്രണയനായകന്മാർ, അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാൽ മതി, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രേമം നടിച്ച പെണ്ണിനെ കിടപ്പറയിൽ കൊണ്ടുപോയി എല്ലാ കവർന്നെടുത്തിട്ടത് വീഡിയോയിൽ പിന്നെ നെറ്റിൽ അപ്ലോഡ് ചെയ്ത കാമുകന്മാര് പഴയകാലത്തുണ്ടായിട്ടില്ല. ആ കച്ചവടം പഴയകാലത്തുണ്ടായിട്ടില്ല. പ്രണയം സ്വാഭാവികമാണ്. ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ അറിയാതൊരു പെണ്ണിനെ ചുംബിച്ചു നബിയെ. ഇപ്പൊ ന്യൂ ജനറേഷനാണ് ഈ വാള് പറയണത്. സംഭവിച്ചു പോയി ഉറപ്പാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞു. നബിയെ ഞാൻ ചുംബിച്ചു പോയി, എന്നെ എറിഞ്ഞു കൊല്ല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ചുംബിച്ചതേ ഉള്ളൂ. പ്രണയൊക്കെ ഇങ്ങനെ തുടങ്ങിയ ആ സമയത്ത് അതാണ് തഖ്വ, തിരിച്ചറിവാണ് തഖ്വ. നബി എന്നെ എറിഞ്ഞുകൊല്ല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ചുംബിച്ചതേ ഉള്ളെങ്കിൽ എറിഞ്ഞുകൊല്ലണ്ട. ആകാശലോകത്തു നിന്ന് ഗഗനലോകത്തു നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബിയെ അഖിമിസ്സലാത്ത തറഫിയൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദഹിബിന സയ്യാത് ദാലിക ദിക്റാ ലിസാകിരീൻ. 5 വഖത്ത് നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ പറയുന്ന നബിയെ. ഇന്നൽ ഹസനാതി യുദഹിബിന സയ്യാത്, തിന്മ ചെയ്താൽ നന്മകൾ വർദ്ധിപ്പിക്കണം. അപ്പൊ തിന്മദാന ഇല്ലാതാവും. അറിയാതെ ചെറിയ തെറ്റൊക്കെ വന്നാൽ നന്മകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. മജ്നൂൻ പാടിയതാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ, ലൈലയല്ലാത്തൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ എന്റെ കണ്ണിന് അഴുക്കായി പോയി, ഞാൻ എന്റെ കാമുകിയെ വഞ്ചിച്ചു പോയി. ഇനി എന്റെ കണ്ണുകൊണ്ട് ലൈലയെ കാണണമെങ്കിൽ ആ കണ്ണ് ഞാൻ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. എന്നാലേ പിന്നെ എന്റെ കണ്ണുകൊണ്ട് ലൈലയെ കാണാൻ പറ്റൂ. എഴുതിയിട്ട് ഇമാമുനാ ഗസാലി റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, മുസ്ലിമേ, ഹറാമുകൾ കണ്ണുകൾ മുഴുവനും ഇങ്ങനെ വെച്ചിട്ട് ആ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാട് എങ്ങനെയാണ് നിന്റെ റബ്ബിനെ നാളെ നിനക്ക് ലിഖാഹ് സ്വർഗത്തിൽ കാണാൻ കഴിയുക? ഇമാമുനാ ഗസാലി ചോദിച്ച് കരഞ്ഞങ്ങട് കഴുകണ്ടേ, എന്നിട്ട് അല്ലാഹനെ കാണണ്ടേ, തഖ്വയോടെ ജീവിക്കണ്ടേ. ഇതിനാണ് തആവുൽ ഖദം മുമ്പിലോട്ട് വെച്ച തഖ്വ. ഈ സംഘടനയുടെ ചുരുക്കപ്പേര് തന്നെ തഖ്വ എന്നാണ്. അല്ലാഹു ആ തഖ്വ നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറഞ്ഞില്ലേ? അല്ലാഹു തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുത്തവനാണ് വലിയ പ്രതിഫലത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകുന്നതാണ്. നോമ്പ് പിടിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകും. സദഖ ചെയ്യുന്നവർ മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പോണ അവസ്ഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ന്യൂ ജനറേഷന് വേണ്ടി മാത്രം.